എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ആദർശിന് വീണ്ടും ദോശ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓരോന്നോട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ്. അന്നേരം ആദർശ് എന്നെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, നന്ദുവിന് വിവാഹാലോചനയൊന്നും വന്നില്ലേ എന്ന്. അത് കേൾക്കുന്നേ നന്ദുവിന് ആകെ ഒരു വിഷമാണ്. അന്നേരം ഗോവിന്ദൻ പറയും, ഇവൾക്ക് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുക മോനെ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിലൊരുത്തനും. അവനിപ്പോൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞത് ഇവളെ കൊണ്ട് വരെ റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു. പിന്നെ എന്നോടും മുത്തച്ഛനോടും ഒക്കെ പറയാൻ അവന് പേടിയായതുകൊണ്ട് അവൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നയനയും പറയുന്നുണ്ട്, എനിക്കിപ്പം വിവാഹം വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് മതി എന്നതായിരുന്നു അവൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ വിവാഹവും താമസിച്ചു, എന്നാൽ അവൻ്റെയെങ്കിലും കറക്റ്റ് ടൈമിൽ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അത് എഡ്യൂക്കേറ്റഡ് ആയ പെൺകുട്ടി ആയതുകൊണ്ട് ഒന്ന് അവനെ സഹായിക്കാനും ഒക്കെ പറ്റും കമ്പനിയിൽ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇവിടെയുള്ള ഒരാളും ഡിസൈനൊക്കെ വരച്ച് തരാറുണ്ട്, എന്നിട്ട് എന്നെ ആരും കമ്പനിയിലൊന്നും നിയമിച്ചില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ഞാനല്ലല്ലോ തീരുമാനിക്കണ്ടേ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, നീ സമ്മതിക്കാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയും, വേണ്ട ആദർശട്ടെ, വീട്ടിൽ തന്നെ ആവശ്യത്തിന് പണിയുണ്ട്, പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ പെട്ടെന്ന് വിവാഹക്കാരിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഗോവിന്ദൻ ആകെ വിഷമാവും. അപ്പോൾ ഗോവിന്ദൻ ആഹാരം കഴിച്ച് മതിയാക്കി എഴുന്നേക്കും കേട്ടോ. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതിനെ അച്ഛൻ കഴിച്ച് നിർത്തിയോന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് മതിയെന്ന് പറയും. അന്നേരം നന്ദുവും കഴിച്ചിട്ട് എഴുന്നേക്കും. അന്നേരം ഇത് ഇത്രയും ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെല്ലാവരും ഇത്രയും കഴിക്കുന്നുള്ളൂ, അപ്പോൾ ഇതെല്ലാം വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ കഴിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ആദർശ് ഓരോ ദോശങ്ങൾ എടുത്തിട്ട് കഴിക്കുക. അന്നേരം നയന് വയ്ക്കുന്നുണ്ട്, ഇപ്പോഴല്ലേ വേണ്ട എന്ന് പറഞ്ഞത്, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു, എന്നിട്ട് ഇതിനെ കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ ആഹാരം നമ്മൾ വാഴാക്കരുത് എന്ന് പറഞ്ഞാൽ ആദർശ് ഒന്നുകൂടെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ചിരിയോട് നോക്കുവാണ് നയന. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നീ ചിരിക്കുന്നത് കഴിയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആദർശ് കഴിക്കുന്നത് നോക്കിക്കുന്ന നയനെ കാണിക്കുന്നു. പിന്നീട് വണ്ടിയിലെങ്കിൽ പോരുമ്പോഴും നയനയുടെ മുമ്പിൽ തോറ്റു കൊടുത്തു എന്നൊരു തോന്നലുണ്ട് ആദർശന്. അതുകൊണ്ട് ആദർശ് പയ്യെ പറയുക, അതെ നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ്, അവർ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എന്നിട്ട് അതിനെപ്പറ്റി ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ പോകേണ്ടി വരും, അത് കഴിയുമ്പം രണ്ടിലൊന്ന് അറിയാം എന്നിങ്ങനെ പറയുമ്പം നയന ചോദിക്കുന്നുണ്ട്, ഈ രണ്ടിലൊന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. എന്നെ തിരിച്ചു കൊണ്ടുവിടുമെന്നാണോ, ആണെങ്കിൽ ഇതേ കൊണ്ടുവിട്ടു എന്ന് പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നപ്പം നിൻ്റെ മുഖത്തൊരു ഭാവമുണ്ട് ജയിച്ചു എന്ന്, അതുകൊണ്ട് അങ്ങനെയുള്ള ഭാവമൊന്നും വേണ്ട, അതിനാ പറഞ്ഞത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, ഇതിനെപ്പറ്റി ചോദിച്ചില്ല, ഏതായാലും ഫ്രണ്ടിലോട്ട് നോക്കിയിരുന്ന് വണ്ടി ഓടിക്കുക എന്ന് പറയും. എന്നിട്ട് നയന ഒരു ചിരിയോടെ ആദർശിനെ നോക്കുന്നുണ്ട്. ആദർശിനും കാര്യം മനസ്സിലായി, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോള് വരച്ചു കൊടുത്ത ആ ഡിസൈനിൻ്റെ പേരിൽ കമ്പനിക്ക് കിട്ടിയത് 4.5 കോടി രൂപയുടെ ലാഭമാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളെ നമ്മുടെ ചീഫ് ഡിസൈനറായിട്ട് നിയമിക്കേണ്ട സമയം കഴിഞ്ഞൂലേ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയും, അത് ഞാനല്ലോ തീരുമാനിക്കണ്ടേ, MD തീരുമാനിക്കട്ടെ എന്ന് പറയും. അന്നേക്കും ദേവയാനി കുറച്ച് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, രണ്ടുപേർക്കുള്ള ചായ ഇട്ടുവാനുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ നയനമോളെ, അവൾ വരച്ച ആ ഡിസൈനിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയത് 4.5 കോടി രൂപയുടെ ലാഭമാണെന്ന് പറയും. അന്നേരം ദേവയാനി ഒന്നും മിണ്ടൂല കേട്ടോ. അന്നേരം നീ എന്താ മിണ്ടാത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നാ മിണ്ടാനാച്ച എന്നിങ്ങനെ ചോദിക്കും. അതിൻ്റെ അഹങ്കാരമൊക്കെ അവൾക്കുണ്ടെന്നും പറയും അതിൻ്റെ കൂടെ. അന്തിക്കും വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് കേട്ടോ. ആദർശിൻ്റെ വണ്ടിയാണല്ലോ വന്ന് നിർത്തിയത്. അന്നേരം നയനയും ആദർശയോടെ കയറി വരുന്ന കാണുന്നതേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല സന്തോഷമാണ്. അതിലേറെ സന്തോഷമുണ്ട് ദേവയാനിയുടെ മുഖത്ത്, പക്ഷെ അത് കാണിക്കുന്നൊന്നുമില്ല. ഏതായാലും നയന വന്ന് മുത്തശ്ശനെ കാലിലൊക്കെ തൊട്ടൊരു അനുഗ്രഹമൊക്കെ മേടിക്കും. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങളുമാണോ ആദർശനോട് പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയും, ഇല്ല ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നല്ലോ ആദർശേട്ടൻ പറഞ്ഞത് എന്ന് പറയുമ്പം, മോള് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞങ്ങൾ കരുതിയത്, അനിയുടെ വിവാഹത്തിന് മുമ്പ് മോള് വരുമെന്ന് ഞങ്ങൾ കരുതിയതേ ഇല്ല എന്ന് പറയുമ്പം നയനയും പറയുന്നുണ്ട്, അനിയുടെ വിവാഹത്തിന് 2 ദിവസം മുമ്പ് ഇങ്ങോട്ട് വരാം എന്ന് ഞാനും കരുതിയിരുന്നത് എന്ന് പറയും. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോയത്, ഇവിടുന്ന് പോയപ്പോൾ ആരോടും പറയാതല്ലേ ഇവൾ പോയത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകിയുടെ കൂടെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയാണ് മോൾ ഇവിടുന്ന് പോയത്, പോയി കഴിഞ്ഞ് 2 ദിവസം വീട്ടിൽ നിൽക്കണം എന്ന് തോന്നി നിന്നു, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും ഇതുപോലെ പിണങ്ങി പോയിട്ടുണ്ട്, അന്ന് ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് പോലും തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നത് ജയനാണ്, അതുകൊണ്ട് നീ ഇവളെ വിളിച്ചുകൊണ്ട് വന്നെന്നോർത്ത് ഒരു കുഴപ്പമില്ല, സ്വന്തം ഭാര്യയല്ലേ വിളിച്ചുകൊണ്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദർശ് പറയാം, ഒരാഴ്ച ഇവിടെ നിന്ന് നോക്കട്ടെ, നമുക്ക് എങ്ങനെയോടെ നോക്കാമെന്ന്. അന്നേരം മുത്തശ്ശി നോക്കിയാൽ, എന്താ ഒരാഴ്ച നിർത്തിയിട്ട് പരീക്ഷിക്കാനാണോ നീ മോളെ കൂട്ടിക്കൊണ്ട് വന്നത്, അങ്ങനെയാണ് മോൾ ഇവിടെ നിൽക്കേണ്ട, മോളെ തിരിച്ചു പൊക്കോ എന്ന് പറയുവാണ്. അന്നേരം അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, പിന്നെ നീ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾ മോളെ കുറിച്ച് തന്നെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ആ പുതിയ ഡിസൈനിൻ്റെ പേരിൽ കമ്പനിക്ക് കിട്ടിയത് എത്ര കോടിയുടെ ലാഭമാണ് എന്ന് നിനക്കറിയാലോ, 4.5 കോടിയുടെ ലാഭമാണ്.
എങ്കിലും അതിൻ്റെ അഹങ്കാരമൊന്നും മോൾ ഇതുവരെ ഇവിടെ ആരോടും കാണിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്തേക്കും ദേവേനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയാണോടാ നീ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നോ, പണി കൂടുതലല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, എനിക്ക് പണി കൂടുതലാണെന്നും ബുദ്ധിമുട്ടാണെന്നും ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു ഇല്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, അല്ല നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതെല്ലാം എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയും, അങ്ങനെ തന്നെയാണ് വേണ്ടത്, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം. അത് ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല, നിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് തന്നെ നീ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കനക അവിടെ നിൽപ്പുണ്ടായിരുന്നു. കനക വാ മോളെ എന്ന് പറഞ്ഞ് നയനെ കൂട്ടിക്കൊണ്ട് പോകാട്ടോ അപ്പുറത്തേക്ക്. അവർ പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെ ബുദ്ധിക്ക് കുറവുള്ള നിൻ്റെ അമ്മയ്ക്കാണ്, പ്രായമാകുമ്പം മനുഷ്യന് ബുദ്ധി കുറയുമോ എന്നും നിർബന്ധ ബുദ്ധി കൂടുമെന്നും ഒക്കെയാണ് കേൾക്കുന്നത്. നിൻ്റെ അമ്മയ്ക്ക് അത്രയും പ്രായമായിട്ടില്ലെങ്കിലും അങ്ങനത്തെ സ്വഭാവമൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അന്നേരം ദേവേനി മനസ്സിലോർക്കുക, കുറ്റപ്പെടുത്തിയാലും വേണ്ടില്ല, അവളിങ്ങ് തിരിച്ചു വന്നല്ലോ, സമാധാനമായി എന്നാണ് മനസ്സിലോർക്കുന്നത്. പിന്നീട് കനകയും നയനങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഏതായാലും മോള് തിരിച്ചു വന്നത് നന്നായി, മോളുടെ ഭർത്താവിന് നല്ല ഉറക്കം പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും കാണില്ല എന്ന് നയന പറയും. അന്നേരം പറയും, ഇല്ലെന്നേ, കഴിഞ്ഞ ദിവസം ഞാൻ എഴുന്നേറ്റ് വരുമ്പം ഹാളിലിരിക്കുക 12 മണിയൊക്കെ കഴിഞ്ഞ് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു, എന്നോട് സമ്മതിക്കാൻ ഒരു ചമ്മൽ എന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട്, എനിക്കും ഉറക്കക്കുറവുണ്ടായിരുന്നു, ആദർശൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കും വിഷമമായിരുന്നു എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായില്ലേ, രണ്ടുപേരും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, ഇനി പ്രശ്നമൊന്നുമില്ല, ഇനി മോളോട് ഇത്തിരി മയത്തിൽ മോൻ ഏതായാലും സംസാരിക്കുകയുള്ളൂ. ഇനിയിപ്പം ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ആശ്വാസമാകും, കാരണം എല്ലാവരും പണിയെടുത്ത് മടുത്തു, മോളുടെ അമ്മായിമ്മ പോലും ശരിക്കും മടുത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നയന പറയും, ഈ വീട്ടിൽ എന്തോരം പണിയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഇവിടുന്ന് മാറി നിന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം കനക പറയും, മോൻ്റെ കാച്ചി എണ്ണ തീർന്നു പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, ഞാൻ പിന്നെ റെഡിയാക്കി കൊടുത്തു, അങ്ങനെ ശ്വാസം മുട്ടലോ കൂടിയപ്പോഴാണ് മോളെ കൂട്ടിക്കൊണ്ട് വന്നേക്കാമെന്ന് ആദർശമോ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് കനക അങ്ങ് പോവുക. അന്നേരം ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ നയനയ്ക്ക്. പിന്നീട് നയന മേളിലോട്ട് കയറി വരുമ്പം കാണുന്ന ആദർശ് ലാപ്പിലോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം അടച്ചു വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെയൊന്ന് ഡാൻസൊക്കെ കളിക്കാമെന്നുള്ള രീതിയിലൊന്ന് വട്ടം കറങ്ങി വരുമ്പോഴാണ് നയനെ കാണുന്നത്. അന്നേരം നയന നോക്കിയത് എന്നതാ ഈ കാണിക്കുന്നതെന്ന് നോക്കുമ്പോൾ, ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു എന്ന് പറയും. അന്നേരം ഇങ്ങനെയാണോ എക്സസൈസ് ചെയ്യുന്നത് കഴിയുമ്പോൾ, ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് എന്ന് പറയും. എന്നിട്ട് അന്നേരം പറയുന്നുണ്ട്, അതെ നീ ഒരു കാര്യം ഓർത്തേക്കണം, വലിയ അഹങ്കാരമൊന്നും വേണം കേട്ടോ, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി അവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അതുകൊണ്ടാണോ രാത്രി ഉറക്കമില്ലാതെ ഹാളിലിരിക്കുന്ന അമ്മ കണ്ടു എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, പിന്നെ പ്രേതത്തെയാണോ അമ്മ കണ്ടത് എന്ന് ചോദിക്കും. നേരം ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും കേട്ടോ, ആദർശൻ്റെ സ്വഭാവമല്ലേ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രമൊന്നുമല്ല നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഭർത്താവിന് എന്നെ വേണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവാണ്. അന്നേരം അതിന് ഒരുപാട് തർക്കിച്ചങ്ങ് ജയിക്കാനൊന്നും പോകുന്നില്ല, ഒരു ചിരിയോട് നോക്കിയേക്കുന്ന ആദർശനെ കാണിക്കുന്നു. പിന്നീട് പോലീസുകാരെയാണ് കാണിക്കുന്നത്. നിർമ്മല ഒരു വീട്ടിലുണ്ട് എന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവർ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് കൂടെയുള്ള പോലീസുകാരെ അകത്തേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി കയറ്റി വിട്ടിട്ട് SI പുറത്ത് നിന്ന് ആദർശിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നിങ്ങൾ എനിക്കൊരു പരാതി തന്നില്ലായിരുന്നോ, അങ്ങനെ അവൻ ഇവിടെ ഒരു വീട്ടിലുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന് തന്നെ അവനെ പൊക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം എത്രയും വേഗം അവനെ പിടിക്കണം, അവൻ മൂലം ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആദർശം പറയും. അതിന് ഫോം വെച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് നയനയും നവ്യയും കൂടെ വന്നുണ്ട്. അന്നേരം ആദർശ് പറയും, അങ്ങനെ നിർമ്മലിനെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ ഒരു വീട് വളഞ്ഞിട്ടുണ്ട്, മിക്കവാറും ഇന്ന് തന്നെ പിടിക്കും. അന്നേരം നമുക്ക് സത്യാവസ്ഥ അറിയാമായിരുന്നല്ലോ, അറിയാം, നിങ്ങൾക്ക് ഏതായാലും അബിയെ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതും സത്യമാണോ എന്ന് നമുക്ക് ഇന്ന് തന്നെ തീരുമാനമാക്കാം എന്ന് പറയും. അന്നേരം ഇത് അബി അതിലൂടെ പാസ് ചെയ്യുമായിരുന്നു. അബി അത് കേൾക്കുന്നുണ്ട്, അബിക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട് കേട്ടോ. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്, അല്ലെങ്കിൽ ആ ഫോട്ടോസ് കറക്റ്റ് എങ്ങനെ അബിയുടെ കയ്യിൽ തന്നെ ചെന്നുപെട്ടത്, അവർ രണ്ടുപേരുടെ തന്നെയായിരിക്കും ഇതെല്ലാം ഒപ്പിച്ചത് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനല്ല അവൻ നോക്കിയത്, അതുകൊണ്ടായിരിക്കും അബിയുടെ കയ്യിലേക്ക് ഫോട്ടോസ് കൊടുത്തത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇതൊന്നും അത്ര നിസ്സാരമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമില്ല ആദർശേട്ടാ, കാരണം അവൻ ഒരുപാട് തവണ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും പണമൊന്നും ആവശ്യപ്പെട്ടില്ല. സാധാരണ പണം ആവശ്യപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ, വേറെ എന്തെങ്കിലും ഉദ്ദേശമുള്ള ഒരാളായിരുന്നെങ്കിൽ പണം ആവശ്യപ്പെട്ടേനെ എന്ന് നമ്മൾ സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞത്തേക്കും ആരോ പറഞ്ഞിട്ട് വിളിക്കുന്നത് പോലെ അവൻ വിളിച്ച് പൈസ നമ്മളോട് ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കത്തില്ലേ, നമ്മൾ സംസാരിക്കുന്ന കേട്ടിട്ട് ആരോ പറഞ്ഞതുപോലെ അവൻ നമ്മളെ വിളിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മേലെ എന്നിങ്ങനെ നയന പറയുന്നുണ്ട് ആദർശനോട്. അന്നേരം ആദർശം പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഇന്നത്തോടു കൂടി തീരും, ഏതായാലും അവനെ ഇന്ന് അവർ ഉറപ്പായിട്ടും പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാലോ അവനെ ഈ വീട്ടിലുള്ള ആരെങ്കിലും സഹായിച്ചിരുന്നോ, അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവനത് ചെയ്തത് എന്നൊക്കെ നമുക്ക് അറിയാലോ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഒരു കാരണവശാലും വിട്ടുകളയല്ലെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടിങ്ങനെ ടെൻഷനോടെ നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.